Hi dears, it's me Aarthi from Aegon QH channel. അപ്പോൾ നമ്മൾ QH എക്സാമിന് ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും തരാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി നമ്മൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. മൊളാരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ, അല്ലെ, ഒരു ലിറ്ററിൽ എത്ര മോൾ സൊല്യൂട്ട് ഇടുന്ന പറയുന്നതാണ് മൊളാരിറ്റി. അതിവിടെ എവിടെയാ ലിസ്റ്റ് 2-ൽ അതുണ്ട്. മൊളാരിറ്റി നമുക്ക് ലിസ്റ്റ് ചെയ്യാം. മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്ററിന് വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. ഓക്കെ, സെക്കൻഡ് ഈസ് മൊളാലിറ്റി. എന്താണ് മൊളാലിറ്റി എന്നുള്ളതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ് മൊളാലിറ്റി. കിലോഗ്രാം സോൾവെന്റിന്റെ മാസ് അല്ലേ, കിലോഗ്രാമിൽ പറഞ്ഞിരിക്കണം, അതാണ് മൊളാലിറ്റി. യെസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതൊക്കെയാ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇതിൽ ഏതെങ്കിലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ നമുക്ക് നോക്കിയാൽ ഇറ്റ്സ് ഓസ്മോട്ടിക് പ്രഷർ, റൈറ്റ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ അല്ലെ, ഐഡിയൽ വെച്ചാൽ ഓൾസോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കാറുണ്ട്, നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കാറുണ്ട്. സോ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഏതാ? D4 ആണ്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഏതൊക്കെയാണ് നമുക്ക്? എയിൽ 3 വരും, A3 വരുന്നുണ്ട്, റെഡിയാണ്. ബിയിൽ 2 ആണ് വരുന്നത്, ബിയിൽ 1 ആണ് വരുന്നത്, A3 വരുന്നുണ്ട്, B1 വരുന്നുണ്ട്. സി വരുന്നത് ഏതാ? 2 ആണ്, ഓസ്മോട്ടിക് പ്രഷർ ആണ്. സി ഓസ്മോട്ടിക് പ്രഷർ, ക്ലിയർ അല്ലേ? ഡി ആണെങ്കിൽ 4 വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഈസ് 2 അല്ലേ ആൻസർ? റെഡി അല്ലേ? മാച്ച് ദ ഫോളോയിങ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് വരുന്നത് മോളിക്കുലാരിറ്റി ഓഫ് ദ ഫോളോയിങ് എലമെന്ററി റിയാക്ഷൻ. ഇതിന്റെ മോളിക്കുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ, മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോ സൈമിൾട്ടേനിയസ് കൊളീഷൻ ആണ് അല്ലേ. നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോ സൈമിൾട്ടേനിയസ് കൊളീഷൻ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മോളിക്യൂൾ കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റുകളായി മാറുന്നു. ആ മോളിക്യൂളിന്റെ എണ്ണമാണ് എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നു. നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോ സൈമിൾട്ടേനിയസ് കൊളീഷൻ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ദാറ്റ് ഇസ് നോൺ ആസ് മോളിക്കുലാരിറ്റി. ഹിയർ മോളിക്കുലാരിറ്റി ഓഫ് ദിസ് റിയാക്ഷൻ ഇവിടെ 1 അല്ലേ ഉള്ളത്. സോ മോളിക്കുലാരിറ്റി 1 ആണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. യെസ്. റേറ്റ് കോൺസ്റ്റന്റ് ഫോർ സർട്ടൻ റിയാക്ഷൻ 2.3 into 10⁻⁵ ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഓർഡർ ഓഫ് റിയാക്ഷൻ എന്താ? ഓർഡർ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ അല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണിത് ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർഡർ കാണാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. യൂണിറ്റ് അറിയാമെങ്കിൽ ഓർഡർ കാണാൻ പറ്റും. ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് അവർ തന്നിട്ടുണ്ട്. കെയുടെ യൂണിറ്റ് അവർ തന്നിട്ടുണ്ട്. ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ഷൻ എത്രയാണെന്ന് വെച്ചാൽ 2 ആണ്. ക്ലിയർ അല്ലേ? അത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് വന്നതെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ഷൻ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയാം. സെക്കൻഡ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ് എങ്കിൽ ഓർഡർ എത്രയാ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയാം. ഇനി ലിറ്റർ ഇൻവേഴ്സ് മോൾ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് വന്നെങ്കിൽ 0 ഓർഡർ റിയാക്ഷൻ ആണ്. എന്താ പറയാ? 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ അതായത് യൂണിറ്റ് നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡർ പറയാൻ പറ്റും. യൂണിറ്റ് റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നോക്കിയാൽ ഓർഡർ പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് വന്നപ്പം അത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. നേരെ ലിറ്റർ ഇൻവേഴ്സ് മോൾ സെക്കൻഡ് ഇൻവേഴ്സ് വന്നാൽ അത് 0 ഓർഡർ റിയാക്ഷൻ ആണ്. സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ എന്ത് റിയാക്ഷൻ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവല്ലേ. വളരെ ഈസി ആയിട്ട് MCQ ടൈപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റേ. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram ഓഫ് NaOH ഇൻ 450 ml സൊല്യൂഷൻ ആണ്. മൊളാരിറ്റി കാണാൻ ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ലേ. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. 1 liter ഓഫ് സൊല്യൂഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ വിളിക്കുന്ന പേരെന്താ? മൊളാരിറ്റി. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണുക എങ്ങനെയാ മക്കൾ? എപ്പോഴും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണുക ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് എത്രയാ? എത്ര ഗ്രാം NaOH മക്കൾ പറഞ്ഞേ? 5 gram ഓഫ് NaOH ആണ് അല്ലേ. എത്ര പറ? 5 gram ഓഫ് NaOH ആണ്. സോ എന്താ ഗിവൺ മാസ് എത്ര കിട്ടി? 5 കിട്ടി. 5 മോളാർ മാസ് NaOHന്റെ മോളാർ മാസ് 40 ആണ് മക്കളെ.
NaOHന്റെ മോളാർ മാസ് എത്ര 40. അപ്പോൾ 5/40 ഗിവൺ മാസ് ബൈ മോളാർ മാസ് കിട്ടിയേ. ഇനി 1 ലിറ്റർ ഓഫ് സൊല്യൂഷനാ, വോള്യം ഇൻ ലിറ്റർ ആണ്, വോള്യം ഇൻ ലിറ്റർ, വോള്യത്തിനാ ലിറ്ററിലേക്ക് മാറ്റണമെന്ന്. വോള്യത്തിൽ ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എത്രയാ 450 ml. 450 ml എന്ന് പറഞ്ഞാൽ 450 ഡിവൈഡഡ് ബൈ 1000 അല്ലേ, ലിറ്ററിലേക്ക് മാറ്റണ്ടേ, ലിറ്ററിലേക്ക് മാറ്റണം. സോ മൊളാരിറ്റി ക്യാപിറ്റൽ M is equal to 5/40 ഹോൾ ഡിവൈഡ് ബൈ 450/1000 വരും, 450/1000. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 5/40 ഇൻറ്റു 1000/450 വരും. റെഡി അല്ലേ? ഇൻവേഴ്സ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 5/40 നേരെ 1000/450 ഇട്ട് കൊടുത്തു. സോ ആൻസർ കിട്ടുന്നത് 0.278 മോളാർ ആണ് ആൻസർ കിട്ടുക. റൈറ്റ്. അപ്പോൾ മൊളാരിറ്റി കാണാൻ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ വിളിക്കുന്ന പേരാണെന്ന് മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 5/40. 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ 450 ml ആണ്, 450 ഡിവൈഡ് ബൈ 1000 ആ, 450 ഡിവൈഡ് ബൈ 1000 നേരെ ഇൻവേഴ്സ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു. 5/40 into 1000/450 ദാറ്റ് ഈസ് 0.278 മോളാർ. റൈറ്റ്? യെസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. A cell is prepared by copper rod dipped in 1 molar copper sulfate solution and tin rod dipped in 1 molar SnCl2 solution. The standard electrode potential of Cu and Sn തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 0.34 ടിന്നിൻ്റെ 0.14 തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. E0 Cu2 പ്ലസ് ബാർ Cu തന്നിട്ടുണ്ട് 0.34 ആണെന്ന് നമുക്കറിയാം, 0.34 വോൾട്ട് ആണ്. അതേസമയം ടിന്നിൻ്റെത് E0 Sn2 പ്ലസ് ബാർ Sn അവർ തന്നിട്ടുണ്ട്. ഏതാ? എത്ര വാല്യൂ തന്നത്? ഇറ്റ് ഈസ് -0.14 വോൾട്ട് ആണ്. E0 EMF കാണാൻ റിഡക്ഷൻ സ്റ്റാൻഡേർഡ് EMF കാണാനാ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ആണെന്ന് മനസ്സിലാക്കുന്നത് 1 മോളാർ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ 1 മോളാർ ആണ്. സൊല്യൂഷൻ എത്രയാ? 1 മോളാർ. 1 മോളാർ സൊല്യൂഷൻ ആണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് അവിടെ കൊടുത്തത്. സോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാൽ സ്റ്റാൻഡേർഡ് EMF കാണാനുള്ള ഇക്വേഷൻ ആണ് E0 EMF ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണ്. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.34. എങ്ങനെ മനസ്സിലായി? വലിയ വാല്യൂ 0.34, ചെറിയ വാല്യൂ -0.14 ദാറ്റ് ഈസ് 0.48 വോൾട്ട് ആണ് വരിക. റെഡി അല്ലേ? അപ്പോൾ 0.48 വോൾട്ട് എത്ര? 0.48 വോൾട്ട്. റൈറ്റ്? ക്ലിയർ ആണ്. അപ്പൊ കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്യുക. കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഏതാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വലുത് അത് കാഥോഡായിരിക്കും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ എപ്പോഴും കാഥോഡിനായിരിക്കും, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ് എപ്പോഴും എന്തായിരിക്കും? ആനോഡിനായിരിക്കും. സോ കാഥോഡ് മൈനസ് ആനോഡ് 0.34 മൈനസ് 0.14 ആണ്. 0.14 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.48 വോൾട്ട്. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്തനോൾ കനോട്ട് ബി പ്രിപ്പയർഡ്. എത്തനോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. ഇവിടെ എസ്റ്ററിഫിക്കേഷൻ നടത്തുകയാണ്. എസ്റ്ററിഫിക്കേഷൻ നടത്തുക മക്കൾ നോക്കുക, ഇതൊരു എസ്റ്ററിനാണ്. എസ്റ്ററിന് ഹൈഡ്രോളിസിസ്, എസ്റ്ററിഫിക്കേഷൻ അല്ലെ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് നടത്തുക ഇങ്ങനെയാണ്, ഇങ്ങനെ പോവുക, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ H വരും, ഇവിടെ OH വരും. അതായത് ഇത് ആസിഡ് ആണ്, ഇത് എത്തനോൾ ആണ്. റെഡി? ഇത് പറ്റും. ക്ലിയർ ആണ്? ഇവിടെ എസ്റ്ററിഫിക്കേഷൻ CO ഇവിടെ ബ്രേക്ക് ചെയ്യുക, ഇതാ ഇവിടെ ബ്രേക്ക് ചെയ്യുക. ഇത് H, ഇവിടെ OH, അതായത് ഇത് എത്തനോളായി മാറി. ഇതെന്തായി മാറി? എത്തനോളായി മാറി. ഇവിടെയും പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഇതാണ് ബ്രേക്ക് ചെയ്യുക. ഇത് OH, ഇവിടെ H, ഇത് മെത്തനോളാണ്. ഇത് പറ്റൂല, കാരണം അത് മെത്തനോളാണ്. എത്തനോൾ കിട്ടണ്ടേ? COO ഈ ബോണ്ടാ ബ്രേക്ക് ചെയ്ത് ഇവിടെ വീണ്ടും ബ്രേക്ക് ചെയ്യുക, ഇവിടെ ബ്രേക്ക് ചെയ്യുക. HOH, ഇത് എത്തനോളാണ്. C2H5OH. ക്ലിയർ അല്ലേ? ഇത് C2H മക്കളെ, ഇത് C2H5OH ആണ്. ഇത് C2H5OH ആണ്. ഇത് CH3OH ആണ്. CH3OH മെത്തനോളാ. CH3OH എന്താ? മെത്തനോൾ. പറ്റൂല. എത്തനോൾ കിട്ടാത്തത് ഏത് എന്ന് വെച്ചാൽ എത്തനോൾ കിട്ടാത്തത് ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെയും എത്തനോളാണ് കിട്ടുക. സോ ആൻസർ ഏതാ? എത്തനോൾ കിട്ടാതെ ഇത് കിട്ടും, എത്തനോൾ. റെഡി? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. അമീൻ ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടർ ഉണ്ട്. ക്ലിയർ അല്ലേ? ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ദെൻ അമോണിയം സാൾട്ട് സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇതിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ശ്രദ്ധിച്ചോ. അമീനിലേക്ക് ബ്രാമിൻ വാട്ടർ വെക്കുക. അമീനിലേക്ക് ബ്രാമിൻ വാട്ടർ വെച്ചാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നോക്കിക്കോ. അമീനിലേക്ക് ബ്രാമിൻ വാട്ടർ വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 2,4,6 ട്രൈബ്രോമോ അനലിൻ ആണ്. അമീൻസ് അഥവാ അനലിൻ.
അനിലേക്ക് ബ്രോമിൻ വാട്ടർ വെച്ചാൽ കിട്ടുന്നത് 2,4,6 ട്രൈബ്രോമോ 2,4,6 ട്രൈബ്രോമോ അനലിനാണ്. ക്ലിയർ ആണ്? യെസ്. അടുത്ത് നോക്കുക. ഇവിടെ ബെൻസീൻ ഡയാസോണിയം സാൾട്ട്, ബെൻസീൻ ഡയാസോണിയം സാൾട്ട്, ബെൻസീൻ ഡയാസോണിയം, മക്കളെ ശ്രദ്ധിക്കുക, ബെൻസീൻ ഡയാസോണിയം സാൾട്ട് ആണ്. ബെൻസീൻ ഡയാസോണിയം സാൾട്ട്, ബെൻസീൻ ഡയാസോണിയം സാൾട്ടിന്റെ കൺട്രോൾഡ് നൈട്രേഷൻ ആണ്. കൺട്രോൾഡ് നൈട്രേഷൻ കിട്ടിയാൽ മേജർ പ്രോഡക്റ്റ് കിട്ടുക. മേജർ പ്രോഡക്റ്റ് കിട്ടുന്നത് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അസറ്റിക് അൺഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അസറ്റിക് അൺഹൈഡ്രേറ്റ് ഉപയോഗിച്ചാൽ ആ റിയാക്ഷൻ കൺട്രോൾഡ് നൈട്രേഷൻ ആണ്. കൺട്രോൾഡ് നൈട്രേഷൻ നടത്താൻ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പാരാനൈട്രോ അനിലിൻ. പാരാനൈട്രോ അനിലിൻ. ക്ലിയർ? യെസ്. അടുത്തത് ലെക്സ്റ്റ് നോക്കിയോ. ഇതാ ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് സോഡിയം നൈട്രേറ്റും ഫ്ലൂറബോറിക് ആസിഡും, സോഡിയം നൈട്രേറ്റ് ആൻഡ് ഫ്ലൂറബോറിക് ആസിഡ് വെച്ചാൽ നൈട്രോ ബെൻസീനായി മാറും. എന്തായി മാറി? നൈട്രോ ബെൻസീനായി മാറും. ക്ലിയർ ആണ്? ഇനി അനലിനിലേക്ക് സൾഫണേഷൻ നടത്താം. അനലിന സൾഫണേഷൻ H2SO4 വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി? ഇതാ 1 വന്നു. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 ആണ് വരിക. A2 വരണം. റെഡിയാണ്? A2. ഇനി ബി എന്ന് എ എന്ന് വരിക 2 ആണ് വരിക. ബിയിലേക്ക് വന്നാൽ എന്ത് വരും? ബിയിലേക്ക് വന്നാൽ നമുക്ക് പറയാം ബിയിലേക്ക് വന്നാൽ 3 വരും. എ എന്ന് പറഞ്ഞാൽ 2 വന്നു. A2 അല്ലേ വരുന്നത്? റെഡിയാണ്. ഇനി ബിയിലേക്ക് വന്നാൽ 3 വരും. ബി എന്ന് പറഞ്ഞാൽ A2 ആണെങ്കിൽ B3 വരുന്നതൊക്കെ B3 വരുന്നുണ്ട്. റെഡിയാണ്? B3. ഇനി നോക്കുക, സിയിലേക്ക് വന്നാൽ 4 വരും. സി എന്ന് പറഞ്ഞാൽ 4 ആണ്. സി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഡി എന്ന് പറഞ്ഞാൽ 1. ഡി എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഓപ്ഷൻ 3 ആണ്. ഒന്നുകൂടി വായിച്ച മക്കൾ നോക്കിയാൽ ഇത് നോക്കിയോ. ഒന്നുകൂടി നോക്കിയാൽ എ നോക്കിയോ. എ എന്ന് പറഞ്ഞാൽ വരുന്നത് 2 ആണ്. എയും 2 അല്ലെ? എയിൽ 2 അല്ലേ വരുന്നത്? റെഡിയാണ്. ഇനി ബിയിലേക്ക് വരുന്നത് 3 ആണ്. ബിയിലേക്ക് വരുന്നത് 3. റെഡി. ഇനി സിയിലേക്ക് വരുന്നത് 4 ആണ്. സിയിലേക്ക് വരുന്നത് ഇവിടെ നോക്കുക, സിയിൽ വരുന്നത് 4 ആണ്. ഇനി ഡിയിലേക്ക് വന്നാൽ 1 ആണ് വരിക. ഡിയിലേക്ക് വന്നാൽ 1. ഈ ഓപ്ഷൻ എന്താ? 3 അല്ലേ വരുന്നത്? റെഡിയാണ്. യെസ്. അടുത്ത് കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഫോളോയിങ് ഹാലൈഡ്സ് ടുവേർഡ്സ് SN1 റിയാക്ഷൻ. അയഡോ ആൽക്കെയിൻ ആണ് ഈസി ആയിട്ട് SN1 റിയാക്ഷന് പോവുക. ദെൻ ബ്രോമോ, ദെൻ ക്ലോറോ അല്ലെ? അറൈൽ ഹാലൈഡ്സ് SN1 പോവാറില്ല. അറൈൽ ഹാലൈഡ്സിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. സോ ആദ്യം റിയാക്ട് ചെയ്യുന്നത് 4 ആണ്. ഫസ്റ്റ് റിയാക്റ്റീവ് 4 ആണ്. മോസ്റ്റ് റിയാക്റ്റീവ് ആരാണെന്ന് വെച്ചാൽ 4 ആണ്. പിന്നെ 3 ആണ്. പിന്നെ 2 ആണ്. പിന്നെ 1 ആണ്. ബിക്കോസ് ഇവിടെ അയോഡിൻ ഒരു ബൾക്കിയർ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്താണെങ്കിൽ ഇങ്ങനെ വരിക: RI ഗ്രേറ്റർ ദാൻ RBr ഗ്രേറ്റർ ദാൻ RCl ഗ്രേറ്റർ ദാൻ RF. ഇങ്ങനെയാണ് ഓർഡർ വരിക. സോ അയോഡിൻ ആണ് ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുക. പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ അല്ലേ? പിന്നെ വെറും അറൈൽ ഹാലൈഡ്സ് ആർ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അറൈൽ ഹാലൈഡുകൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. സോ 4 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. റെഡി? യെസ്. അടുത്ത് the relative order of reactivity of primary, secondary and tertiary alcohol towards dehydration. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് പോകുക ആരാണെന്നാണ്. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ഏത് കേസിലാണ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുക എന്ന് വെച്ചാൽ, ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി. ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഡീഹൈഡ്രേഷന് പോകുന്ന ഏതായിരിക്കും? ടേഴ്സറി ആൽക്കഹോൾ ആയിരിക്കും. പിന്നെയോ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. പിന്നെയോ പ്രൈമറി ആൽക്കഹോൾ. സോ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഡീഹൈഡ്രേഷൻ ഈസ് ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി. ഓക്കെ. അപ്പം മക്കള് നന്നായിട്ട് നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി കോണ്ടന്റ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഒരുപാട് ഇടാൻ പോവുകയാണ് QH ചാനലിൽ. മക്കൾ എന്ത് ചെയ്യുക? എക്സാം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോസ്, കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാ ലൈവ് ക്ലാസ്സുകളിലും എൻ്റർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ബൈ.